കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും കേരളത്തിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയത്. ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ വീണ്ടും പങ്കാളിയാവുകയാണ്. ആലത്തൂരിലും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലിലെയും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ആണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. രാവിലെ മുതൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് BJP പ്രവർത്തകരുടെ വലിയ ഒഴുക്ക് ദൃശ്യമായിരുന്നു. കുന്നംകുളത്തെ ചടങ്ങ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. 11 മണിയോടുകൂടിയാണ് കുന്നംകുളത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം കുന്നംകുളത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മൈതാനയിൽ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, നേരത്തെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ അണമുറിയാത്ത പ്രവാഹം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കനത്ത സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. പ്രതികൂലമായ കടുത്ത ചൂടുള്ള പ്രദേശം ആണ് എങ്കിൽ പോലും രാവിലെ മുതൽ പ്രവർത്തകരുടെ ഒരു വലിയ നിര നമുക്ക് ദൃശ്യമായിരുന്നു. ഇപ്പോഴും പ്രവർത്തകർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തുക? അഭിലാഷ്, കൃത്യം 11 മണിക്കാണ് ഇവിടെ പൊതുസമ്മേളനം ആരംഭിക്കുക. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഇവിടെ തന്നെയാണ് ആളുകൾ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. രാവിലെ 8:30 കൂടി തന്നെ ഇവിടേക്ക് വലിയ തോതിൽ തന്നെ ആളുകളുടെ ഒരു പ്രവാഹമായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഈ ഭാഗത്തേക്കുള്ള ഗതാഗതമെല്ലാം മറ്റു വഴിക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. അതായത് ഗതാഗത പരിഷ്കരണം നടത്തിയിട്ടുണ്ട് ഇവിടെ. ഇനി ആളുകൾക്ക് ഇവിടേക്ക് കൂടുതൽ നടന്നു വരാനും മറ്റുള്ള സൗകര്യം മാത്രമല്ല, വാഹനങ്ങളിൽ വരാനൊന്നും കഴിയില്ല. എന്തായാലും 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. 10:30 ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ശ്രീകൃഷ്ണ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം ഇറങ്ങുക. അതിനുശേഷം ഇങ്ങോട്ട് എത്തും. ഔദ്യോഗികമായി ഇവിടെ റോഡ് ഷോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും റോഡ് ഷോ ആയി തന്നെ തുറന്ന വാഹനത്തിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ പ്രധാനമന്ത്രി വരിക എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ ജില്ലാ കമ്മിറ്റി അത് പറയുന്നില്ല. കാരണം അത്തരത്തിലൊരു റോഡ് ഷോ തങ്ങൾ ആസൂത്രണം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലൊരു പരിപാടിയെ കുറിച്ച് തങ്ങളുടെ അജണ്ടയിൽ ഇല്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ആളുകളെ കാണുന്നതിന് വേണ്ടി, വിഷ് ചെയ്യുന്നതിന് വേണ്ടി കൈവീശിക്കൊണ്ട് അദ്ദേഹം ഇതുവഴി കടന്നു പോകാനുള്ളൊരു തുറന്ന വാഹനത്തിൽ കടന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സുരക്ഷ കണക്കിലെടുത്തായിരിക്കും അത്തരത്തിലൊരു റോഡ് ഷോ ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ഏറെക്കുറെയുള്ള സ്ഥാനാർത്ഥികളെല്ലാം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആലത്തൂർ മണ്ഡലത്തിലാണ് പരിപാടി നടക്കുന്നത്, കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ. ഇവിടെ TN സരസുവാണ് NDAയുടെ സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ സുരേഷ് ഗോപിയാണ്, തൃശ്ശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പൊന്നാനിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. പൊന്നാനിയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യമാണ്. മലപ്പുറത്തു നിന്നുള്ള അബ്ദുൽ സലാമുണ്ട്. ചാലക്കുടിയിൽ നിന്നുള്ള ഉണ്ണികൃഷ്ണനുണ്ട്. ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുമായി പ്രധാനമന്ത്രി വേദി പങ്കിടും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവരെല്ലാം തന്നെ വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കൃത്യം 11 മണിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ഇവിടെ ഈ കുന്നംകുളത്തുള്ള ഈ മൈതാനത്തുള്ള വേദിയിലേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 11 മണിക്ക് തന്നെ പ്രധാനമന്ത്രി ഈ വേദിയിലേക്ക് എത്തും എന്നാണ് വിനേഷ് കുമാർ പറയുന്നത്. വിനേഷ്, തീർച്ചയായും ഈ ആൾക്കൂട്ടം, ആൾക്കരുത്ത്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള വലിയ ആൾക്കൂട്ടത്തെ കാണാൻ സാധിക്കുന്നു. ഒപ്പം ഇതിൻ്റെ രാഷ്ട്രീയം പ്രധാനപ്പെട്ടതാണല്ലോ. ഈ സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. നിയമത്തിന് മുന്നിൽ കുറ്റക്കാരെ എത്തിക്കും. നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകും. അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്ഥാനാർത്ഥിയുമായി പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള സംഭാഷണം. അത് ദൃശ്യമാധ്യമങ്ങളിലും ശ്രവ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വൈറൽ ആയിരുന്നു. ആ സംഭാഷണത്തിലെ പ്രയോഗങ്ങൾ, ആ സംഭാഷണം ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി ഈ വേദിയിലും പറയുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പ്രത്യേകിച്ച് സഹകരണ ബാങ്ക് അടക്കമുള്ള വിഷയങ്ങൾ. അഭിലാഷ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ വരവാണ് ഇപ്പോൾ കേരളത്തിൽ. ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇത് 3ാം തവണയാണ് വരുന്നത്. അങ്ങനെയുള്ള പ്രത്യേകതകളെല്ലാം തന്നെയുണ്ട്. സ്വാഭാവികമായും ഇവിടെ ഇപ്പോൾ 3ാമതാണ് ഈ ഒരു പൊതുസമ്മേളനം നടക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നരേന്ദ്രമോദി പറയും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം 11 മണി മുതൽ 12 മണി വരെയാണ് പൊതുസമ്മേളനമുള്ളതിൽ. ഇതിൽ ഒരു അരമണിക്കൂറെങ്കിലും അദ്ദേഹം കൃത്യമായി തന്നെ സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് BJP
പ്രവർത്തകരുൾപ്പെടെ പറയുന്നത്. ഈ പ്രകടന പത്രിക അവതരിപ്പിച്ചതിന് ശേഷം, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിച്ചതിന് ശേഷം ഉള്ള ആദ്യത്തെ അദ്ദേഹത്തിന്റെ പൊതുയോഗമാണ് കേരളത്തിലേത്. സ്വാഭാവികമായും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് ആണെങ്കിലും മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രകടന പത്രികയിൽ പ്രധാനമായും നമുക്കറിയാം ഈ ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയം അതാണ് എല്ലാ കാലങ്ങളിലും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യം കൂടിയാണത്. ഒരുപക്ഷെ അത് പ്രധാനമന്ത്രി അക്കാര്യം സംബന്ധിച്ച് സംസാരിച്ചേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതുപോലെ തന്നെ CAA വിരുദ്ധ സമരം ഉൾപ്പെടെയുള്ള വിഷയത്തിലും അതുപോലെ തന്നെ മറ്റുള്ള അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്രധാനമന്ത്രി സംസാരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം പാലക്കാട് വന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് റോഡ് ഷോ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ എന്തായാലും ആദ്യ പരിപാടി തൃശ്ശൂരിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ പരിപാടി എന്ന പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിരിക്കുന്ന വികസന പദ്ധതികളും ഇനി നടത്താനിരിക്കുന്ന വികസന പദ്ധതികൾ, അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാന ബില്ലുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു സാധ്യത കൂടി എന്തായാലും ഇതിനകത്തുണ്ട്. ഈ BJP പ്രവർത്തകർ ഉൾപ്പെടെ അത് പ്രതീക്ഷിക്കുന്ന കാര്യവുമാണ്. എന്തായാലും 11 മണിയോടുകൂടി അദ്ദേഹം എത്തുകയും 12 മണിയോടുകൂടി തിരിച്ചു പോവുകയും ചെയ്യും. അതിനിടയിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയും എന്ന് തന്നെയാണ് BJP പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്.